വാർത്തയിലേക്ക് വരുമ്പോൾ തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിനെ മോടി പിടിപ്പിച്ച പെയിന്റിംഗ് കമ്പനികൾ. ഹൈസ്കൂളിലെ SPC കാഡറ്റുകൾ, PTA പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ സഹകരിച്ചാണ് ഒരൊറ്റ ദിവസം കൊണ്ട് മോടി പിടിപ്പിച്ചത്. ഇൻഡിഗോ, മഹിമ, RV പെയിന്റ് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള വിദ്യാലയത്തെ മോടി പിടിപ്പിച്ചത്. ബ്രാഞ്ച് മാനേജർ MG പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ജനറൽ മാനേജറുമാണ് കേരളത്തിൽ ഇവിടെ ഉള്ളത്. അതിൽ എല്ലാ ബ്രാഞ്ചും മിനിമം ഒരു സേവാത്സവം വെച്ചിട്ട് എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ 4 മിനിമം വരും, 5, 6 വെച്ചിട്ട് ആവറേജ് 5 വെച്ചിട്ടാണ് എല്ലാ സേവാത്സവവും നടന്നു പോകും. ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ മാസം മുതലാണ് ഇൻഡിഗോ പെയിന്റ്സ് സേവാ ഉത്സവം എന്ന പേരിൽ ഈ ഒരു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗവൺമെന്റ് സ്കൂളുകൾ പെയിന്റ് ചെയ്യാമെന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നു. ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ പല ന്യൂസ് പേപ്പറിലും വായിക്കാറുണ്ട്, കോർപ്പറേറ്റ് എന്ന് വായിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെ? കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ് കോർപ്പറേറ്റ് കമ്പനികൾ പറയാൻ പറ്റുമോ? ഒരു കമ്പനിയുടെ പേര്, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്രയും രാജസാറിന്റെ നേതൃത്വത്തിലുള്ള ഇത്രയും ബ്രില്യന്റ് ആയ കുട്ടികൾക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പേര് അറിയില്ലേ? ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വൻകിട കമ്പനികളെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരുപാട് കമ്പനികളുണ്ട്. ടാറ്റ, ബിർള അല്ലെ, റിലയൻസ്, അദാനി, ഇൻഡിഗോ പെയിന്റ്സ്, അങ്ങനെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. ഈ കോർപ്പറേറ്റ് കമ്പനികൾ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു നിയമം വെച്ചു. ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രോഫിറ്റിന്റെ, അതായത് ലാഭത്തിന്റെ 3 to 5%, അതായത് 3% മുതൽ 5% വരെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെലവാക്കണം എന്നൊരു നിയമം വെച്ചു. അതായത് കോർപ്പറേറ്റിന്, ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പബ്ലിക്കിനുള്ള റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഷോർട്ട് ഫോം ആണ് CSR എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് ചാന്ത് മുഹമ്മദ് അധ്യക്ഷനായി. SMC ചെയർമാൻ വിനോദ് ശശിധരൻ, സന്തോഷ്, അബ്ദുൽ വഹാബ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപകൻ N രാജു സ്വാഗതവും P ദിനേഷ് കുമാർ നന്ദിയും പറഞ്ഞു.